50 रुपये थाली, 80 रुपये थाली, 100 रुपये थाली। 100 रुपये। നമസ്തേ നമസ്തേ. ഹായ് ഗൈസ്, നിയാസ് അബൂബക്കർ. ഞാനിന്ന് എത്തി നിൽക്കുന്നത് ഝാൻസിയിലാണ്. ആക്ച്വലി ഞാനിന്ന് യു പിയിലെത്തി. എനിക്ക് ഇത്തിരി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി എന്താണ് നമ്മളെല്ലാവരും മലയാളികൾക്ക് വളരെ മാറ്റങ്ങൾ വേണം, കേരളം യു പി പോലെ ആവണം, ഗുജറാത്ത് പോലെ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലോ. അപ്പം നോക്കൂ ഗൈസ്, ആക്ച്വലി ഇതാണ് നമ്മൾ കാണുന്ന യു പിയിലേക്ക് ഒരു ലൈഫ്, വെളിയിൽ ഒരു ഔട്ടറിലെ ലൈഫ്. ഇതിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ ആൾക്കാർ പാചകങ്ങൾ ചെയ്യുന്നു, ജീവിക്കുന്നു. വെളിയിലിറങ്ങിയിട്ട് ഫുഡ് കഴിക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ എനിക്ക് രണ്ടുപേര് കാണിച്ചു തന്ന ഹോട്ടലുകളാണ്. നല്ല ഭക്ഷണം കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നല്ല ഭക്ഷണം കിട്ടുന്ന ഝാൻസി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ചെറിയ 2 ഹോട്ടലുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നല്ല ഭക്ഷണം കിട്ടും. ഇതിൻ്റെ അവസ്ഥ നല്ല രസമാണ്. क्या है थाली कितने में मिलता है? 50 पे? 50 रुपये थाली, 80 रुपये थाली, 100 रुपये थाली। 100 रुपये थाली। ऐसे नहीं, हम आए थे, हम केरला से आए तो हम थोड़ा बहुत वीडियो बना रहा था तो देखा आप लोग पूड़ी वगैरह तल रहे हैं। और हमारे आप यहाँ पे कितने रुपए लेते हैं बाल कटिंग करने का? बाल कटिंग का इधर पे 30 रुपये लेते हैं। और दाढ़ी साफ कराओगे तो 20 रुपये लेंगे। तो 50 रुपये में दाढ़ी और और सुनिए, और अगर सेट कराएंगे आप तो 30 रुपये लेंगे। दाढ़ी सेट के इस तरीके से लेते हैं. അതിന് വേണ്ടിയുള്ള സബ്ജിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ? ഇവിടെ ഒന്നൊരു വിഷയമല്ല എന്നുള്ളതാണ്. ശരിക്കും ദൈവങ്ങൾ കൂടി ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായേനെ അല്ലേ ജീവിക്കാൻ. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 200 മീറ്റർ നടന്നു. എനിക്ക് 200 മീറ്റർ നടന്നപ്പം ഇച്ചിരിയെങ്കിലും വൃത്തിയുള്ളതായിട്ട് തോന്നിയ ഒരേ ഒരു സ്ഥലം ഈ അമ്പലത്തിൻ്റെ പരിസരമാണ്. ബാക്കിയെല്ലാം ഗോൾമോൾ. എനിക്ക് നമ്മുടെ നാട്ടിലെ ഈ മലയാളിയുടെ അടുത്തൊക്കെ പറയാനുള്ളത് ചില നാട്ടിൽ നമ്മൾ മാറ്റങ്ങൾ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. എന്ത് മാറ്റമാണ് ഇനി നമുക്ക് വേണ്ടത്? ഇനിയും മാറും. ഇനിയും കേരളം കുറേ കൂടി പുരോഗമിക്കും. അത് ഇന്ന പാർട്ടി വേണമെന്നൊന്നുമില്ല. ആ ഒരു കമ്മ്യൂണൽ ഹാർമണി, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വൃത്തി, നമ്മുടെ ജീവിത രീതികൾ, ഇതൊക്കെ ശരിക്കും നമ്മൾ നേരിൽ കണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളിയിലേക്ക് തന്നെ വരണം.